السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. ഇന്ന് നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി എടുത്ത പാഠഭാഗമാണ് സൂറത്തുൽ ഇൻസാനിലെ 12-ാമത്തെ ആയത്ത് മുതൽ 18 വരെയുള്ള വചനങ്ങൾ. ആദ്യമായി അത് പാരായണം ചെയ്യാം. പിന്നെ അതിൽ അത്യാവശ്യമായി അറിയേണ്ട അഹ്കാമുകളും സൂചിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. وجزاهم بما صبروا جنة وحريرا متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا ودانية عليهم ظلالها وذللت قطوفها تذليلا ويطاف عليهم بآنية من فضة وأكواب كانت قوارير من فضة قدروها تقديرا ويسقون فيها كأسا كان مزاجها زنجبيلا عينا فيها تسمى سلسبيلا وجزاهم بما സാക്കിന മീമിനെ ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മണിക്കണം. ജന്നതൻ വഹരീറ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നൽകി ലയിപ്പിച്ച് മണിക്കണം. അലൽ അറായിക് ആ ദീർഘം നിർബന്ധമായ ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘം നൽകണം. ശംസൻ വല ഇദ്ഗാം ബിഗുന്ന ലയിപ്പിച്ച് മണിക്കണം. വദാനിയതൻ അലൈഹിം ഇൽഹാർ ഹൽക്കി വെളിവാക്കി ഉച്ചരിക്കണം. അലൈഹിം ബിആനിയ ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മണിക്കണം. ബിആനിയതിൻ മിൻ ഇദ്ഗാം ബിഗുന്ന ലയിപ്പിച്ച് മണിക്കണം. മിൻ ഫിദ്ദ ഇഖ്ഫ ഹഖീഖി നൽകി സാക്കിന നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഫിദ്ദത്തിൻ വ ഇദ്ഗാം ബിഗുന്ന ലയിപ്പിച്ച് മണിക്കുക. വഅക്വാബിൻ കാനത് ഇഖ്ഫ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഖവാരീറ അവിടെ വഖഫ് ചെയ്യാം. അലിഫോടുകൂടി ചേർത്ത് ഓതുകയാണെങ്കിൽ ആ അലിഫിനെ ഒഴിവാക്കി ഖവാരീറ എന്നിങ്ങനെ അടുത്ത വചനവുമായി ചേർത്ത് ഓതാം. മിൻ ഫിദ്ദ സാക്കിന നൂൻ ഇഖ്ഫ ചെയ്ത് അവ്യക്തമാക്കി മണിക്കുക. ഫിദ്ദത്തിൻ ഖദ്ദറുഹ അവിടെയും ഇഖ്ഫ തന്നെ, പക്ഷേ അവിടുത്തെ മണിക്കലിൽ തഫ്ഖീം ഉണ്ടാവണം, പെരുപ്പിച്ചുകൊണ്ട്. ഫിദ്ദത്തിൻ ഖദ്ദറുഹ കാരണം ശേഷമുള്ളത് ഖാഫ് തഫ്ഖീമിൻ്റെ പെരുപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട ഹർഫാണ്. കഅസൻ കാന അവിടെയും ഇഖ്ഫ ചെയ്യണം, അവ്യക്തമാക്കി മണിക്കണം. സൻജബീല അവിടെയും അങ്ങനെ തന്നെ ഇഖ്ഫ നൽകി അവ്യക്തമാക്കി സാക്കിന നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വീണ്ടും ഐനം ഫീഹ ആ പദത്തിലും തൻവീനിനെ ഇഖ്ഫ നൽകി അവ്യക്തമാക്കി മണിക്കുകയാണ് വേണ്ടത്. തുസമ്മ ഷദ്ദ നൽകപ്പെട്ട മീമിനെ മണിക്കണം. ഇത്രയുമാണ് അഹ്കാമുകൾ. ഒന്നുകൂടി ഓതാം. وجزاهم بما صبروا جنة وحريرا
متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا ودانية عليهم ظلالها وذللت قطوفها تذليلا ويطاف عليهم بآنية من فضة وأكواب كانت قوارير من فضة قدروها تقديرا ويسقون فيها كأسا كان مزاجها زنجبيلا عينا فيها تسمى سلسبيلا. بارك الله فيكم والسلام عليكم ورحمة الله.